ചില കേന്ദ്രങ്ങൾ പറഞ്ഞ് പരത്തുന്നത് പോലെ, ചില കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ പടച്ചുവിടുന്നത് പോലെ അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് എന്ന് തെളിയിക്കുന്ന ഒരു വിധി പ്രഖ്യാപനം മെയ് 4 കേരളത്തിൽ ഉണ്ടാകും. വലതുപക്ഷ മാധ്യമങ്ങളും ഇടതുമുന്നണിയെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അച്ചുനിരത്തിയ വലിയ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനങ്ങളും നേമത്തെ 56 ഇഞ്ചുകാരൻ്റെ ഉടമസ്ഥതയിലുള്ള ദൃശ്യ മാധ്യമ ശൃംഖലയും ഒക്കെ തന്നെ ഇടത് സർക്കാരിനെ താറടിക്കാനും ഇടത് സർക്കാരിനെ പ്രഹരമേൽപ്പിക്കാനും കഴിവതും പരിശ്രമിച്ചിരുന്നു. കോടതികളിലൂടെ, ED-യിലൂടെ, CBI-യിലൂടെ പല വേഷത്തിൽ, പല ഭാവത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടന്നിട്ടും ഒരു ചാഞ്ചല്യവുമില്ലാതെ കേരള ജനതയെ കരുതലോടെ നയിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാരും അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരും അത്തരത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെച്ചത്. അതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ധാരാളമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പടച്ചുവിടുന്ന വാർത്തകളല്ല, പടച്ചുവിടുന്ന അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമല്ല ശരിയെന്ന് മെയ് 4 വിധി പ്രഖ്യാപനം വരുമ്പോൾ കേരളം തിരിച്ചറിയും. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും പകൽക്കിനാവാണ്. തൊട്ടാവാടി റിസൾട്ടാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് തന്നെ തമ്മിലടി, ആർക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ളത്? ചുരുക്കത്തിൽ ചില സറ്റയർ വീഡിയോകൾ, ചില റീലുകളൊക്കെ കണ്ടു. കേരളത്തിൽ 3 മുഖ്യമന്ത്രിമാർക്കാണ് സാധ്യത. ഷിഫ്റ്റ് അനുസരിച്ച് ഇവർ പ്രവർത്തിക്കും. കേരളത്തിൽ 3 മുഖ്യമന്ത്രിമാരുണ്ടാകും. ഒരാൾ രാവിലെ 6 മണി മുതൽ 2 മണി വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ മറ്റൊരാൾ 2 മണി മുതൽ രാത്രി 10 മണി വരെ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകും. മൂന്നാമൻ രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാകും മുഖ്യമന്ത്രിയുടെ വേഷം കെട്ടി സംസ്ഥാനത്തെ ഭരിക്കാനിരിക്കുക. കാരണം 3 നേതാക്കളും പ്രബലരാണ്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയുമാണോ ഈ 3 പേർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ 3 പേരെന്ന സങ്കല്പത്തിലെ ആക്ഷേപഹാസ്യത്തിലെ 3 കഥാപാത്രങ്ങൾ എന്ന് ചോദിച്ചാൽ അല്ല. ഒരുപക്ഷെ എങ്കിൽ കോൺഗ്രസിൽ നിന്ന് 2 പേരുണ്ടാകാം. ഒരാൾ കുഞ്ഞാലിക്കുട്ടിയാണ്, ഒരാൾ മുസ്ലിം ലീഗിൽ നിന്ന് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരാൾ കേരള കോൺഗ്രസിൽ നിന്നുള്ള ഒരാളാണ്. കാരണം എല്ലാ ആളുകളും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുകയാണ്. ഘടകകക്ഷികളിലെ UDF ഘടകകക്ഷികളിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന ദാരുണമായ, പരിതാപകരമായ കാഴ്ചയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഊതിവീർപ്പിച്ച വാർത്തകളിലെങ്ങും തന്നെ, ഊതിവീർപ്പിച്ച ഈ വാർത്ത നിരത്തിയ പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ എങ്ങും തന്നെ ഇത്തരത്തിലുള്ള ചർച്ചയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന അന്വേഷണമോ കണ്ടെത്തലോ ഇല്ല. അവർ ഇതിൻ്റെ ഉപരിപ്ലവമായി നിന്ന് ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ എന്തിനു വേണ്ടിയാണിത് എന്ന് പരമാർത്ഥം വിളിച്ചു പറയുന്നില്ല. ഇത് അധികാര കൊതിമൂത്താണ്. അധികാര കൊതിമൂത്ത് എനിക്ക് വേണം ആ കസേര എന്ന അധികാര കൊതിയും ജനങ്ങളെ വഞ്ചിക്കലും കബളിപ്പിക്കലുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന പരമാർത്ഥം വിളിച്ചു പറയാൻ ഒരു മാധ്യമങ്ങളും ധൈര്യപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ റിസൾട്ട് ഇങ്ങെത്താൻ. ഈ പകൽക്കിനാവും ദിവാസ്വപ്നവും മലർപ്പൊടിക്കാരൻ്റെ കയ്യിലെ ചെപ്പടി വിദ്യയും ഒക്കെ കണ്ട് മയങ്ങി, മയങ്ങി, ഷർട്ടും തേച്ച് നിക്കറുമിട്ട്, മുണ്ടും, നിക്കറെന്ന് പറഞ്ഞാൽ കാക്കി നിക്കറാണ് അടിയിലിടുന്നത്, പുറത്ത് കതർ മുണ്ടും, അങ്ങനെ ഇട്ട് നടക്കുന്ന അർദ്ധസംഖ്യകളായ കോൺഗ്രസ്സുകാരൊക്കെ മനസ്സിലാക്കിയിരിക്കുക, ഇത് നിങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി, കനത്ത മുന്നറിയിപ്പിൻ്റെ റിസൾട്ടായിരിക്കും. ഒരു തർക്കവുമില്ല.